ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപത്തിന് നീതി വേണം. ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപക്കിനോടുള്ള അനാദരവാണ്. പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ഒരു ആരോപണം ഉന്നയിച്ച യുവതിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ജാമ്യത്തിന്റെ ഹിയറിംഗും കൂടെയാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപക്കിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ 1 ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1 ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. 2, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരുന്നു. DGP പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മെയില് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ പരാതിയുമായി മുമ്പോട്ട് പോകും. ദീപക്കിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം അറിഞ്ഞു. ദീപക്കിന്റെ മാതാവിനും പിതാവിനും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും. 3, ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപക്കിനോടുള്ള അനാദരവാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടെ ഇല്ലാത്ത ദീപക്കിനോടുള്ള അവഹേളനമാണ്. ഈ വിഷയം രാഷ്ട്രീയമല്ല, ഈ വിഷയം മതമല്ല, വർഗീയതയല്ല. ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം ആത്മഹത്യ ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലത്തെ ചെറുപ്പക്കാരനെ 1 മാസം 1.5 മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ പ്രശ്നിച്ച് വിളിച്ച് DGPയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം IT ആക്ടും ഇടണം. ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം ചെയ്തു എന്നാണ്. പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപക്കിന് നീതി വേണം. ദീപക്കിന്റെ നീതി, നിയമം അനുശാസിക്കുന്ന നീതി ദീപക്കിന് കൊടുക്കണം. ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. എന്റെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് ദീപക്കിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ 1 ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു. പൊതുസമൂഹം, മാധ്യമങ്ങൾ, മെൻസ് കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സുഹൃത്താകാം. അങ്ങനെ
സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ്. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വേദനയിൽ, അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. കാര്യം ആ പെൺകുട്ടി പരാതി എവിടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത്. ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയ ആക്ഷൻ വേണം. ഒരു പ്രസ് നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് വായിക്കണം. എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദീപകിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും. ദീപകിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപകിന്റെ ആത്മഹത്യയിലേക്ക് തെളിവിട്ട ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം. 3, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും രാഹുൽ ഈശ്വർ നിലവിൽ കേരളത്തിലില്ല. അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ച് മുകേഷ് എം നായരാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം അദ്ദേഹം രാഹുൽ ഈശ്വർ ഓൺലൈനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത് ഇന്നത്തെ കാലത്ത് മെൻസ് കമ്മീഷൻ വരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്, പ്രാധാന്യത്തെക്കുറിച്ചാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.